ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിക്കും വേണ്ടി ആനന്ദ് ആ വീട് കൊണ്ടൊന്ന് കാണിക്കുക കേട്ടോ, ഒരു ഭയങ്കര ബ്ലങ്കാവാണെന്നും പറഞ്ഞു. അപ്പം അങ്ങനെ ആ ഒരു വീടിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ ഇരിക്കുകയാണ് ശ്രുതി ഇതൊന്നും നോക്കിക്കേ, എന്നാ ഭയങ്കര വീടാന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ ശ്രുതിയെ കാണിച്ചു കൊടുത്തു. അപ്പം നമുക്ക് എന്തായാലും ആനന്ദ് വന്ന് പറഞ്ഞതല്ലേ, പോയി നോക്കാം ശ്രുതി. ഓണറെ നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്നും ശ്രുതി പറയാം. അപ്പോൾ ശ്രുതി, നമ്മൾ ഈ വീട് വാങ്ങിയിരിക്കുക ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി എന്നും പറഞ്ഞ ആനന്ദം അങ്ങനെ നിൽക്കുന്നു. നീ പിടിക്കാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അതെ, ഞങ്ങളങ്ങ് വരുവാ എന്ന് പറഞ്ഞ് ആനന്ദിനെ അങ്ങ് പറഞ്ഞു വിട്ടു. ആനന്ദ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നോക്ക്, കൂടെ നല്ലത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും എടാ അമലേ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. ശ്രുതി ഫോട്ടോ വീണ്ടും എടുത്ത് വെക്കാൻ പോവാണെന്ന് ചോദിച്ചു. എൻ്റെ പൊന്നും ശ്രുതി, പ്രോഫിറ്റ് വീട് എല്ലാം നമുക്ക് നല്ലതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണേറമ്മയുടെ ഫോട്ടോയ്ക്കും നല്ല പവറുണ്ട് ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പം ശ്രുതി വേണോ, അത് ആൻ്റെ അറിയാനുണ്ടല്ലോ, അതിന് അമ്മ എങ്ങാനും ഇങ്ങോട്ട് വരുമ്പോൾ അത് നമുക്കെടുത്ത് മാറ്റി വെച്ചാൽ പോരെ. മതി. അപ്പോൾ സാർ ഒട്ടിക്കട്ടെ സാർ, മേടക്കൻ ഓട്ടിക്ക്. അപ്പോൾ ഈ കണ്ണേറമ്മയാണ് ഇന്ന് മുതൽ ഈ ഷോറൂമിൻ്റെ എൻ്റെയും ഐശ്വര്യം എന്ന് ശ്രുതി പറയുന്നു. എന്താവോ എന്തോന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങനെ ഇരിക്കുക. കണ്ണേറമ്മ ഇങ്ങനെ കണ്ണ് ബൾബും തെളിച്ച് നിർത്തി ഇരിക്കുക ഫോട്ടോയിൽ. ആ സമയത്ത് പിന്നെ കാണിക്കുന്ന രേവതിയും സച്ചിയും കൂടി ആ ഹോളിൽ കൂടി ഇങ്ങനെ ഓടിക്കളിക്കുന്നു. അച്ഛൻ ആ സോഫയിൽ കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ രേവതി ഉണ്ടാക്കി വെച്ച് എന്തോ എടുത്ത് കട്ട് തിന്നുകൊണ്ട് ഓടിയതാണ് സച്ചി. സച്ചിയെ തല്ലാൻ ചട്ടകമായിട്ട് രേവതി ചെന്നപ്പോഴത്തേക്ക് നിർത്താൻ പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്, ഓടിക്കളിക്കാൻ നിങ്ങളെന്താ കൊച്ചുകുട്ടികളാണോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ദേ ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. ദേ അപ്പോഴത്തേക്കും കയറി വരുന്നു നമ്മുടെ ശ്രുതിമോളും കൂടി. എന്താ മോളെ ഇവിടെയെന്ന് ചോദിച്ചു. ഇവൻ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചു വന്ന് അച്ഛൻ ചോദിക്കുക. അതെ അച്ഛൻ, ഞാൻ ചിരണ്ടി വെച്ചിരുന്ന തേങ്ങ മുഴുവനും എടുത്ത് തിന്നു തീർക്കുക അച്ഛാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛൻ ഇങ്ങനെ സച്ചയെ നോക്കി ഒരു ചിരിയും ചിരിച്ചു. അതിനാണോ നീ പുറകിട്ട് ഓടിച്ചതെന്ന് അച്ഛൻ ചോദിക്കുക. അന്നേരം നാണം കെട്ടവരെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും വന്നത് കണ്ടപ്പോൾ ഈ ചന്ദ്ര പറയാം. അപ്പോൾ അമ്മേ എന്ന് വിളിച്ച് ഓടി മക്കൾ അങ്ങ് കയറി വന്നു. ഇവർ നോക്കുക, അച്ഛാ എന്ന് പറഞ്ഞൊരു വിളി. അങ്ങനതെ ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ട് എന്താടാ വരുന്നേ, എന്താടാ നീ വിളിച്ചേ എന്നൊക്കെ ചോദിച്ചാൽ ആദ്യം അമ്മ ഇരിക്കും ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരും പോയി അവരുടെ അടുത്തിരുന്നു. ആദ്യം ഈ സ്വീറ്റ്സ് ഒന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ സ്വീറ്റ്സ് എടുക്കാനൊക്കെ വരട്ടെ. ശ്രുതി മോളെ എന്തെങ്കിലും വിശേഷമുണ്ടോ? അന്നേരം അയ്യോ ഇല്ല ആൻറ്റി എന്ന് ശ്രുതി പറയാം. ആൻറ്റി കരുതുന്നത് പോലെയൊന്നും അല്ല കേട്ടോ എന്ന് ശ്രുതി ഇങ്ങനെ പറയാം. അപ്പോൾ എന്നതാ വെക്കുന്നു പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും എന്താടാ പിന്നെ എന്തിനാടാ സ്വീറ്റ്സൊക്കെ വാങ്ങിയെന്ന് അമ്മ ചോദിച്ചു. അത് പിന്നെ എൻ്റെ അമ്മ ഇന്ന് എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയ അമ്മയെന്ന് പറഞ്ഞു. ആണോ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കാം. എനിക്ക് കുറേ സബ് ഡീലേഴ്സൊക്കെ ഉണ്ടല്ലോ. അഭിലാഷ് സാറ് പുതുതായി ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ് അവർ നന്നായി സെയിൽ ചെയ്തെന്നേ. പിന്നെ അഭിലാഷ് സാറിന് അതുകൊണ്ട് നല്ല പ്രോഫിറ്റും കിട്ടിയെന്നാണ് പറഞ്ഞത്. അതിന് 10 ലക്ഷം രൂപയാണ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നതെന്ന് പറഞ്ഞപ്പോൾ അയ്യോ 10 ലക്ഷം രൂപയോ ഒന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കാം അമ്മ. അപ്പോഴത്തേക്കും ശ്രീകാന്ത് വർഷം അങ്ങോട്ടേക്ക് വന്നു. സച്ചി രേവതി 10 ലക്ഷം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാം. അതെ അമ്മേ, അതെ വൈകിയാണെങ്കിലും ജോത്സ്യർ പറഞ്ഞതൊക്കെ സംഭവിക്കാൻ തുടങ്ങിയല്ലോ രവിയേട്ടാ. ശ്രുതിയുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ സംഭവിക്കും, അവൻ വലിയ സമ്പന്നനാകുമെന്നൊക്കെ അവൻ്റെ ജാതകത്തിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര പറയാം. ഗജകേസരി യോഗമാണ് അമ്മേ. അപ്പോൾ ആ ജാതകം എഴുതിയ ആളെ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ എന്ന് സച്ചി അന്നേരം പറഞ്ഞു. ഒന്ന് ചുമ്മാതിരിക്കും സച്ചിയേട്ടാ എന്ന് രേവതി പറഞ്ഞു. ചുമ്മാ എന്ന് സച്ചി അന്നേരം രേവതിയോട് പറയാം. എടാ നീ പറഞ്ഞത് സത്യമാണോടാ, അതല്ലാതെ ചുമ്മാ അടിച്ചു വിടുവല്ലോ ആണോടാ എന്ന് സച്ചി ചോദിക്കുമ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ശ്രുതിക്ക് കലി, ഇവൻ എന്തൊരുത്തനാ എന്നമ്മ. അന്നേരം സച്ചി അവൻ്റെ ജീവിതത്തിൽ ഇപ്പം എന്തൊക്കെയോ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്, എല്ലാം നന്നായിട്ട് വരുമെന്നാണ് തോന്നുന്നേ. അന്നേരം അത് ശരി അച്ഛൻ പറഞ്ഞതെന്ന് സച്ചി. ബാക്കി കിടന്ന് ഉറങ്ങിയാണ്, ഇപ്പോൾ ഒരു തൊഴിലെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. എടാ മതി. അമ്മേ അതുമാത്രമല്ല, അമ്മയ്ക്ക് വേറൊരു സർപ്രൈസ് കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണത്? ഞാൻ കാണിച്ചു തരാം അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗിഫ്റ്റും അമ്മയ്ക്ക് വാങ്ങിച്ചു. ഇത് എന്നതാന്ന് ചോദിക്കുമ്പം ജ്വല്ലറി ബോക്സ്. അമ്മ ഇത് ഓപ്പൺ ചെയ്ത് നോക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അത് ചന്ദ്രയുടെ കൈ കൊടുത്തു. ചന്ദ്ര അത് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് വള. അയ്യോ വള എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര തുള്ളലും ചാട്ടവും ചന്ദ്ര. ശ്രുതിക്കും ഭയങ്കര സന്തോഷം. അയ്യോ വള രവേട്ടാ നോക്കിക്കേ രവേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇതിങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. മോനെ ശ്രുതി, എടാ ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോടാ എന്ന് പറയണു. ഇതിപ്പോൾ എന്തിനാടാ നീ വാങ്ങിയേ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോടാ? അമ്മേ എൻ്റെ അമ്മയ്ക്ക് ഇത് വാങ്ങണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു. ആ വളയൊന്നേ ഉരച്ച് നോക്കണം കേട്ടോ.
ചിലപ്പോൾ റോഡ് ഗോളായിരിക്കും നമ്മുടെ സച്ചി. അപ്പം നീ ഒന്ന് പോടാ അവിടെ നിന്ന് സച്ചിയോട് ചന്ദ്ര. ഇത് സ്വർണ്ണമാടാ, സ്വർണ്ണം തന്നെ, ഇത് കണ്ടറിയില്ലേ എന്ന് ചന്ദ്ര. അല്ല നിങ്ങൾ രണ്ടുപേരും അതിൻ്റെ ആൾക്കാരാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ നമ്മുടെ സച്ചി. ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞ് ചന്ദ്ര ഇരിക്കുന്നു. ഉമ്മ 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 എന്നും പറഞ്ഞാൽ വളയ്ക്ക് കുറേ ഉമ്മയും കൊടുക്കുക ചന്ദ്ര. അവളെ ഞാൻ ഇടുകയാണേന്ന് പറഞ്ഞു. ആൻറ്റി ഞാൻ ഇട്ട് തരാമെന്ന് ശ്രുതി. അയ്യോ വേണ്ട ശ്രുതി, അമ്മ തന്നെ ഇടട്ടെ എന്ന് ശ്രുതി. ചന്ദ്ര ഒറ്റ കയറ്റിനത് കയ്യിലിടുകയും ചെയ്തു. ഉമ്മ, അയ്യോ എന്തൊരു ഭംഗി ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉമ്മ കൊടുത്തോണ്ടിരിക്കുക. എങ്ങനെയുണ്ടമ്മയെന്ന് ചോദിക്കുന്നു മകൻ. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞ അമ്മ. ഇതൊക്കെ കണ്ട് രേവതി സച്ചി അന്തം വിട്ട് നിൽക്കുക. അപ്പം എങ്ങനെയുണ്ട് ആൻറ്റി, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു ശ്രുതി. ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിന്നങ്ങ് തുള്ളിച്ചാടുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു. ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട വള എൻ്റെ അച്ഛൻ വാങ്ങിച്ച് തരാറുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ എന്ന് പറഞ്ഞ് ചന്ദ്ര പറഞ്ഞപ്പോൾ അതും രവിയേട്ടനായിട്ടുള്ളൊരു കുത്ത്. എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അത് അവിടെ തന്നെ കുത്തിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കല്യാണത്തിന് ശേഷം എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് ആരും വാങ്ങിച്ച് തന്നിട്ടില്ലെന്നും പറഞ്ഞ് ചന്ദ്ര പറയാം. ഇപ്പം എൻ്റെ മോന എനിക്ക് വാങ്ങിച്ചു തന്നതെന്നൊക്കെ പറഞ്ഞപ്പം അത് എനിക്കിട്ട് താങ്ങിയതാണെന്ന് രവിയേട്ടൻ അവിടെ ഇരുന്ന് സ്വയം എന്നിട്ട് പറയുകയും ചെയ്തു. അത് പിന്നെ അങ്ങനെയല്ലേ അമ്മ വരൂ. അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായി അച്ഛൻ. അച്ഛനും വരെ സർപ്രൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം തോർത്താണോടാ എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ ചുമ്മാ ഇരിക്കുക രവിയേട്ടാ എന്ന് ചന്ദ്ര അപ്പോൾ പിടിക്കാൻ പറഞ്ഞു. എന്തിനാടാ ഇതൊക്കെ വാങ്ങി വെറുതെ പൈസ കളഞ്ഞേ, എനിക്കിഷ്ടം പോലെ ഷർട്ടും മുണ്ടും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. വാങ്ങിക്കരു ബേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര മതി. അപ്പം രവിയേട്ടൻ അത് വാങ്ങിച്ചു. കൊള്ളാടാ, അമ്മയ്ക്ക് സ്വർണ്ണവള, അച്ഛന് മുണ്ടും ഷർട്ടും. എടാ ഒരു ബ്രേസ്ലെറ്റിലെങ്കിലും അച്ഛന് വാങ്ങിച്ച് കൊടുക്കത്തില്ലായിരുന്നോടാ എന്ന് ചോദിച്ചു സച്ചി. എന്തിനാടാ എനിക്കിതൊക്കെ, നീ അത് വിട്ട് കളയാൻ പറഞ്ഞു അച്ഛൻ. അന്നേരം എന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ ഇരിക്കുക. അല്ല അച്ഛാ, ഇതൊന്നും കൊണ്ടൊന്നും തീർന്നിട്ടില്ല, വേറൊരു സർപ്രൈസ് കൂടി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെന്താടാ മൊത്തം സർപ്രൈസ് ആണോ എന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു. അപ്പം എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുക. സർപ്രൈസ് അല്ലേ. അത് പിന്നെ അമ്മേ സിറ്റിക്കകത്തെ വലിയൊരു വീട് വിൽക്കാനുണ്ടേ, അപ്പോൾ അത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാം. അപ്പം അങ്ങനത്തെ ആനന്ദ ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ വീടിനെപ്പറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഒരു വലിയ ബംഗ്ലാവാണെന്ന കാര്യം ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ, അയ്യോ ബംഗ്ലാവോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുക. ആദ്യമേ വലുതാന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നു. അയ്യോ എനിക്ക് വയ്യ എന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ഇരിക്കുമ്പോൾ, മോനെ ശ്രുതി, വീട് മേടിക്കുന്ന കാര്യമൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെ, ഇതൊക്കെ ഇത്ര ധൃതി പിടിച്ച് വേണോ, കാശൊക്കെ നല്ല ശ്രദ്ധിച്ച് ചിലവാക്കണമെന്ന് അച്ഛൻ പറയുമ്പം, അച്ഛാ ഇതാണ് ഇതിനൊക്കെ പറ്റിയ സമയമൊന്നും. ഏതായാലും ഞാനും ശ്രുതിയും കൂടി നാളെ അവിടം വരെ ഒന്ന് പോകുന്നുണ്ട് വീട് കാണാൻ. ബാക്കി കാര്യങ്ങളൊക്കെ വീടൊന്ന് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഞാൻ എന്തൊക്കെ കേൾക്കുന്നേ, അമ്മയ്ക്ക് സന്തോഷമായി, മക്കളെ സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇരിക്കുന്നു. മക്കൾ രണ്ടുപേരും തുള്ളിച്ചാടുന്നു. അതൊക്കെ കണ്ട് അച്ഛൻ അന്തം വിട്ടിങ്ങനെ ഇരിക്കുന്നു. ജീവിതത്തിൽ എനിക്ക് സന്തോഷം തരാനും എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ പറയാതെ ചെയ്തു തരാനും എൻ്റെ ഒരു മകനും മരുമകളും എങ്കിലും ഉണ്ടല്ലോ എൻ്റെ ഈശ്വരാ എന്ന് പറഞ്ഞപ്പോൾ, എന്താ ആൻറ്റി ഞങ്ങളൊന്നും ചെയ്തു തരുന്നില്ലെന്നാണോ പറഞ്ഞു വരുന്നതെന്ന് വർഷ ചോദിച്ചു. അയ്യോ മോളെ, അങ്ങനെയല്ല ആൻറ്റി പറഞ്ഞത് മോളെ, ശ്രുതി ഒരു ബംഗ്ലാവ് വാങ്ങാൻ പോവാണെന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു ആവേശം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ ചന്ദ്ര. അമ്മ എന്തായാലും ഞങ്ങൾ അവിടെ വരുന്നത് പോയിട്ട് വരാം അമ്മയുടെ ആ ആഗ്രഹവും ഈ ശ്രുതി മോനമ്മയ്ക്ക് സാധിച്ചു തരുന്നു കേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇവരോട് പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് തലയായിട്ടോ ചന്ദ്ര. ശ്രുതിയുടെ 32 പല്ലും വെളിയില്ല. ഈ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. ഈ സമയം രേവതി ഇങ്ങനെ അവിടെ കിടക്കുന്നു. അപ്പോഴത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ രേവതി ആ ഒരു ആട്ടുതൊട്ടില്ല ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ സച്ചി വന്ന് രേവതിയെ കണ്ടു. അപ്പോൾ രേവതിക്ക് സങ്കടമാണെന്നുള്ളത് സച്ചിക്ക് മനസ്സിലായി. അപ്പോൾ സച്ചി ഇങ്ങനെ വന്ന് രേവതിയെ വിളിക്കുന്നു. രേവതി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ രേവതി പേടിച്ചു. പേടിച്ചു പോലും സച്ചേട്ടാ, നീ എന്തിനാ അതിന് പേടിക്കുന്നത്, ഞാനല്ലേ എന്ന് സച്ചി ചോദിച്ചു. ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ ധൈര്യത്തോടെ തൊടുവോ എന്ന് സച്ചി ചോദിക്കും കേട്ടോ. അല്ല എന്താ പതിവില്ലാതെ ഇവിടെയൊക്കെ വന്ന് കിടക്കുന്നത്. അപ്പോൾ രേവതിയുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. എനിക്ക് മനസ്സിലായി. ശ്രുതിയും വലിയ ബംഗ്ലാവ് വാങ്ങിക്കാൻ പോകുന്നു. നമ്മളെ കൊണ്ട് ഒരു മുറി പോലും കെട്ടാൻ പറ്റുന്നില്ല, അതല്ലേ നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല സച്ചേട്ടാ. എന്തിനാ രേവതി നീ കള്ളം പറയുന്നേ? അവരെ പോലെ കടം വാങ്ങാൻ തീരുമാനിച്ചിരുന്നെങ്കിലേ നമ്മളെപ്പോഴേ മുറി കെട്ടിയേനെ. കടം വാങ്ങിക്കേണ്ടെന്ന് നീ പറഞ്ഞതുകൊണ്ടല്ലേ വൈകുന്നേ. കടമൊന്നും മേടിക്കേണ്ട, നമുക്കുള്ളതുപോലെ ചെയ്താൽ മതി. അതുപോരെ? പിന്നെ എന്തിനാ വീടൊക്കെ വാങ്ങിക്കുന്നത്? അപ്പോൾ അവർ മാറുന്നതിനെ പറ്റിയും രേവതിക്ക് ഒരു ടെൻഷൻ. വീട് മേടിച്ച് അവർ വീട്ടിലേക്ക് മാറുമല്ലോ. സച്ചേട്ടൻ്റെ ഏട്ടന് അമ്മയും അതുപോലെ സച്ചേട്ടൻ്റെ അമ്മയ്ക്ക് അവരെയും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന് പറയാം. അമ്മയും അവരുടെ കൂടെ ആയിരിക്കും താമസിക്കല്ലേ എന്ന് ചോദിച്ചപ്പം ഉറപ്പായിട്ടും അമ്മ അവരുടെ കൂടെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ വർഷയും ശ്രീകാന്തിനെയും എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിലേക്ക് എത്തിക്കാനാണ് മഹിമാരി നോക്കുന്നത്. അതിനുവേണ്ടിയാ അവരിവിടെ വന്ന് ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാണ് രേവതി. വൈകാതെ തന്നെ
വർഷയും ശ്രീകാന്തും ഇവിടെ നിന്ന് പോകുമായിരിക്കും അല്ല സച്ചേട്ടാ എന്ന് രേവതി ചോദിക്കും. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കി രേവതിയെ, ഇത്രയും നാളും ഒരുമിച്ച് കഴിഞ്ഞവർ പെട്ടെന്ന് ഇവിടുന്ന് പോവാന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ സച്ചേട്ടാന്നും രേവതി പറയുകയാണ്. അത് കേട്ടപ്പം രേവതി, നമ്മൾ പറഞ്ഞാൽ അവർ പോവാതിരിക്കുമെന്ന് ചോദിച്ചു. നമുക്കവരെ ഇവിടെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചു. എല്ലാവരും ഒന്നിച്ച് കഴിയണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. എല്ലാവരും അവരവരുടെ വഴിക്ക് പോയാൽ അച്ഛനത് വിഷമാവില്ലേ? അതെ, അപ്പം അത് ശരിയാ. ഞാൻ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ആലോചിച്ചില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ, ജീവനുള്ള കാലത്തോളം എല്ലാവരും എൻ്റെ കൂടെ വേണമെന്നാണ് അച്ഛൻ എപ്പോഴും പറയാറ്. അത് സുധി വീടെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാനത് സൂചിപ്പിക്കണമായിരുന്നു എന്നുള്ള കാര്യം സച്ചി രേവതിയോട് പറയാം. അച്ഛന് വിഷമം ഉണ്ടാക്കുന്ന കാര്യം ആരും ചെയ്യരുത്. സുധി ആ വീട് എടുക്കണ്ട, ഞാനിപ്പോൾ തന്നെ അവനോട് ഇന്ന് പറയാമെന്ന് പറയുമ്പം, സച്ചേണ്ട അങ്ങനെയൊന്നും പറയണ്ട, സച്ചേണ്ട ഇപ്പം ചെന്ന് അങ്ങ് പറഞ്ഞാൽ സച്ചേണ്ട അസൂയ കൊണ്ട് പറയുന്നതാണെന്നേ അവരെ പറയുള്ളൂ. അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. എന്തിനാ വെറുതെ നമ്മളായിട്ട്? നീ പറഞ്ഞതും ശരിയാണ് രേവതി, അവരങ്ങനെ തന്നെ കരുതത്തുള്ളൂ. അപ്പോൾ കേറ്റർ വർക്കുകാരനും അതുപോലെ കാർ ഡ്രൈവർക്കും പൂക്കാരിക്കും നീ ജന്മം പറ്റാത്തത് ബിസിനസ്മാനായ മകനും കോടീശ്വരൻ്റെ മകളായ മകളും ചെയ്യുമ്പോൾ നമ്മളെല്ലാം അസൂയ കാരണം അത് മുടക്കാൻ ശ്രമിക്കുകയാണെന്നേ അവർ പറയുള്ളൂ എന്ന് സച്ചി പറഞ്ഞു. പിന്നെ അപ്പച്ചൻ്റെ ആഗ്രഹമൊന്നും നടക്കാനും പോകുന്നില്ല എന്നും. അത് കേട്ടപ്പോൾ രേവതിക്ക് സങ്കടമായി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രേവതി? നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, നമ്മളൊന്നും ചെയ്യേണ്ട സച്ചേട്ടാ. നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും അതിനെന്തെങ്കിലും ഒരു കാരണം കാണുമെന്ന് എൻ്റെ അച്ഛൻ കൂടെ പറയാറുണ്ടെന്ന് രേവതി ഇങ്ങനെ പറയാം. ഇതിനൊരു കാരണം എന്തായാലും ഉണ്ടാവുമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ, നീ പറഞ്ഞത് കറക്റ്റാ. നല്ലത് നടന്നാലും മോശം നടന്നാലും അതിന് പിന്നിലെ ഒരു കാരണം ഉണ്ടാവും. കുറച്ചു മുന്നേ ഒരു സ്വാമി എൻ്റെ കാറിൽ കയറിയായിരുന്നെന്നും നിൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും അത് നല്ലതിന് വേണ്ടിയാണെന്ന് കരുതണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞെന്ന കാര്യവും പറയാട്ടോ സച്ചി. ഇപ്പം നടക്കുന്നതും നമ്മുടെ നല്ലതിന് വേണ്ടിയാണെന്ന് നമുക്ക് കരുതാവുന്നതും സച്ചി പറയാം. എന്തായാലും അവരങ്ങ് പോയി കഴിയുമ്പോൾ അവരുടെ റൂം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ വേറെ മുറി കെട്ടേണ്ട ആവശ്യം വരത്തില്ലല്ലോ. ആ കാശ് നമുക്ക് ലാഭമല്ലേ എന്നൊക്കെ സച്ചി രേവതിയോട് ചോദിക്കാം. അപ്പോൾ അതെ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അല്ല, എന്താ നീ നോക്കുന്നേ? ഞാൻ പറഞ്ഞത് എന്താ തെറ്റുവല്ലതാണോ എന്ന് ചോദിച്ചപ്പം, ഒരു തെറ്റുമില്ല സച്ചേട്ടാ. സച്ചേട്ടൻ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞതെന്ന് പറയണു രേവതി. അവരാരും പറഞ്ഞു വിടുന്നൊന്നും അല്ലല്ലോ, അവരായിട്ട് ഇവിടുന്ന് പോകുന്നതല്ലേ. അപ്പോൾ ഇത് സച്ചേട്ടൻ സ്വാർത്ഥത കൊണ്ട് പറഞ്ഞതാണെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് രേവതി എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ ഇരിക്കുക അവിടെ. അപ്പം നമുക്ക് കാശ് ലാഭം അല്ല രേവതി? ആ സന്തോഷത്തിന് നീ എനിക്കൊരു ചക്കര തരാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇരിക്കും, ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ആ ചക്കരയല്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് കുറുകുക. ഒന്ന് പൊയ്ക്കുക അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയോട് രേവതി പറഞ്ഞു. അപ്പോൾ രേവതി ഇങ്ങനെ ഇരുന്ന് കുണുങ്ങുക സച്ചിയുടെ മുന്നിൽ. താന്നി വരണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയോട് ഇങ്ങനെ പറഞ്ഞു. രേവതിയും സച്ചിയും കൂടെ പിന്നെ കുറച്ച് റൊമാൻസും ഓട്ടോ ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പിറ്റേ ദിവസമായി നമ്മുടെ ശ്രുതിയും കൂടെ ആ ബംഗ്ലാവ് കാണാനായിട്ട് അങ്ങ് ചെന്നു. ഈ വീട് കണ്ടപ്പോഴത്തേക്ക് അയ്യോ എന്നും പറഞ്ഞ് അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ വീട് കണ്ടു കഴിഞ്ഞാൽ അയ്യോ ആരാണെങ്കിലും ഇങ്ങനെ നോക്കി നിന്ന് പോകുമല്ലോ എന്നിങ്ങനെ ശ്രുതി അന്നേരം ഈ ആനന്ദനോട് പറയുന്നു. എന്നാലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് ശ്രുതി പറയണു. എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ഇങ്ങനൊരു വീട് കണ്ടിട്ടില്ല എന്നൊക്കെ പറയണു. അന്നേരം ബ്രോയുടെ ലൈഫിൽ ഇനി ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്, അതിലേക്കുള്ള ഒരു വെറും എൻട്രൻസ് മാത്രമാണിതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. അപ്പോൾ ഇവർ ചെന്ന് നോക്കി നിൽക്കുമ്പോഴേക്കും എൻ്റെ മുതലാളി വന്ന് വാതിൽ തുറന്നു. നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നമസ്കാരം സാർ, നമസ്കാരം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമസ്കാരം പറഞ്ഞ് ഞാൻ ചേട്ടനും അങ്ങോട്ടേക്ക് വന്നു. നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കാമായിരുന്നെന്ന് പറഞ്ഞപ്പം ഓക്കെ സാർ വരൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു. അപ്പോൾ അകത്തേക്ക് ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ചേച്ചി ഭയങ്കര സോപ്പിങ്. സാർ ഇതെൻ്റെ ഫ്രണ്ട് ശ്രുതി, ഇത് അദ്ദേഹത്തിൻ്റെ വൈഫ് ശ്രുതി. അപ്പോഴത്തേക്കാ ചേച്ചി ഭാര്യയ്ക്കും ഭർത്തനും നല്ല ചേർച്ചയുള്ള പേരാണല്ലോ എന്ന് പറഞ്ഞപ്പം അതെ എല്ലാവരും പറയാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാട്ടോ. അവരുടെ മനസ്സും അങ്ങനെ തന്നെ നല്ല ചേർച്ചയാണെന്ന് നേരം ആനന്ദ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കുടുങ്ങി നിൽക്കുക കേട്ടോ. അപ്പം ഞാൻ വിശ്വനാഥൻ, ഇതെൻ്റെ വൈഫ് സുനിത എന്നൊക്കെ പറഞ്ഞാൽ അവരും പരിചയപ്പെടുത്തി. ഹായ് ഹലോ മാഡം എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുക. ഞാൻ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ ആനന്ദിനെ കാണും. പിന്നെ അങ്ങനെ ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലായെന്നൊക്കെ പറഞ്ഞു. സെയിം വീട് വെക്കുന്നതിനെ പറ്റി സൂചിപ്പിച്ചപ്പോൾ ആനന്ദ് നിങ്ങളെ പറ്റി പറഞ്ഞെന്ന കാര്യവും പറയും. അപ്പം വീട് പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് സാർ എന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുക. താങ്ക് യു എന്നൊക്കെ പറഞ്ഞ സാറും വളരെ ആഗ്രഹിച്ച് കിട്ടിയ ഒരു വീടാണിതെന്നും ഇത് വിൽക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ നല്ലൊരാളിൻ്റെ കയ്യിൽ തന്നെ ഇത് എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നും അദ്ദേഹം പറയാം കേട്ടോ. അപ്പോൾ താങ്ക് യു സാർ എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണെന്ന് പറയുമ്പോൾ അതെ വളർന്നു വരുന്ന ഒരു ബിസിനസ്മാൻ ആണെന്നും പറഞ്ഞു. അതെ നിങ്ങൾ കറക്റ്റാണെന്ന് എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ താങ്ക് യു സാർ, അതാണ് നിങ്ങൾക്ക് തരാനായിട്ട് തീരുമാനിച്ചതെന്നും സാറ് പറയാം. ഒരു വസ്തു അതിൻ്റെ മൂല്യം അറിയുന്ന ആളിൻ്റെ കയ്യിൽ തന്നെ അത് എത്തണമല്ലോ. അപ്പോൾ എക്സാക്ട്ലി യു ആർ കറക്റ്റ് സാർ, യു ആർ കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കാം. ചേച്ചി അന്നേരം
വീടിൻ്റെ അകവും പരിസരമൊക്കെ ചുറ്റി കണ്ടോളാൻ പറയും. ഓക്കെ മാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കാണാൻ പോകുന്നു. ആനന്ദ് അവിടെ ഇരിക്കുന്നു. പിന്നെ രണ്ടുപേരും കൂടെ പറന്ന് നടന്ന് വീട് കാണും. ഇത് നോക്കിക്കോ നല്ല അടിപൊളിയല്ലേ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാം കണ്ടു. പിന്നെ ശ്രുതി ഇവിടെ നല്ല സ്പേസൊക്കെ ഉണ്ടല്ലേ, മോർണിംഗ് ഈവനിങ്ങും നമുക്കിവിടെ ജോഗിങ് ഒക്കെ ചെയ്യാമെന്നൊക്കെ പറയണു. ഭയങ്കര സ്വപ്നങ്ങളല്ല രണ്ടും കൂടി. നമ്മുടെ ലൈഫ് ആകെ മാറാൻ പോവല്ലേ ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയിൽ നിന്ന് ഇങ്ങനെ തട്ടി വിട്ടുകൊണ്ടിരിക്കുന്നു. അത് ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയിൽ നിന്ന് തട്ടണം. ശ്രുതി എനിക്ക് വീട് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പറയാം. എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടതാണെന്ന് ശ്രുതി. ഏതായാലും നമുക്ക് ഡീൽ അങ്ങ് ഉറപ്പിക്കാമെന്ന് പറയും. ശരിയെന്ന് പറഞ്ഞു. രണ്ടെണ്ണങ്ങളും കൂടെ ഇങ്ങനെ ഡീൽ ഉറപ്പിക്കാൻ പാകത്തിന് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. ടാറ്റാ.